ഹായ് ഫ്രണ്ട്സ്, റിട്ടയർമെൻറ്റ് കോർപ്പസ് എന്ത് ചെയ്യണം, ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് മിക്കവർക്കും തന്നെ വലിയൊരു ഐഡിയ ഇല്ല. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരിക എന്നതാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് ആകുന്ന ഒരു മിക്കവരും തന്നെ ഈ ഒരു തുക, അതായത് അവരുടെ പക്കലുള്ള ആ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബാങ്കിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ എല്ലാം ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു മന്ത്ലി ഇൻകം എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ റിട്ടയർമെൻറ്റ് കോർപ്പസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Once again, welcome back to the Thommichan tips, powered by Diaz Academy. My name is Primson Diaz. Thommichan tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. തുടക്കത്തിൽ പറഞ്ഞു, നോർമൽ സിറ്റുവേഷനിൽ ഒരു മിക്കവരും ചെയ്യാറുള്ള ഒരു കാര്യം, അതായത് അവരെ റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് അവരുടെ പക്കൽ ഒരു കോർപ്പസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 30 ലക്ഷം രൂപയുണ്ട് എന്ന് വിചാരിക്കാം. നോർമലി ഒരു മിക്കവരും എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ തുക കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തും അതിൽ നിന്നുള്ള ഒരു ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട്, അതിൽ നിന്നൊരു പെർ മന്ത് ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ആ ഒരു എക്സ്പെൻസിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എക്സ്പെൻസ് മാനേജ് ചെയ്തുകൊണ്ടുപോകും. അപ്പോൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 6% ആണ് നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ ഞാനൊരു 30 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓൺ ആൻ ആവറേജ് ഒരു മന്ത്ലി കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 റുപ്പീസാണ്. സപ്പോസ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഈ 15,000 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെൻസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ മതിയാവുമായിരിക്കും. പക്ഷേ നമുക്കറിയാം, നമ്മളെ ഒരു ഇന്ത്യയിലത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് നമ്മളെ ഒരു ആനുവൽ എക്സ്പെൻസ് ഏകദേശം ഒരു 7-8% വെച്ച് ആനുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 7-8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസ് അടുത്ത ഒരു 7 അല്ലെങ്കിൽ 8 വർഷത്തിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഇന്ന് 15,000 റുപ്പീസാണ് എൻ്റെ എക്സ്പെൻസ് എങ്കിൽ അടുത്തൊരു 7 അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ എൻ്റെ എക്സ്പെൻസ് അത് 30,000 റുപ്പീസാവും. പക്ഷേ ആ സമയത്തും ഈ ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 15,000 റുപ്പീസ്. അതൊരിക്കലും എനിക്ക് 15 പകരം 20,000 അല്ലെങ്കിൽ അതിന് മേലുള്ള ഒരു എമൗണ്ടിലേക്ക് എനിക്കൊരു മന്ത്ലി കിട്ടാവുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറ്റാൻ എനിക്ക് നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് സാധിക്കില്ല. പിന്നെയും 7-8 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ എക്സ്പെൻസ് 30,000 എന്നുള്ളത് 60,000 റുപ്പീസാവും. ആ സമയത്ത് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 15,000 റുപ്പീസ് തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് എൻ്റെ റിട്ടയർമെൻറ്റ് ഞാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ലൈഫ് കൂടുതൽ കൺജസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും എന്നതാണ്. പിന്നെ അപൂർവം ചിലർ ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുക ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോ ഹൈബ്രിഡ് ഫണ്ടിലോ ഡിപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം അതിൽ നിന്ന് ഒരു നിശ്ചിത തുക ഇവർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈലാണ്. ഇപ്പം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ കയറ്റ ഇറക്കം വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫണ്ടിൽ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് 15,000 റുപ്പീസാണ് പെർ മന്ത് വേണ്ടത്. ഒരു യൂണിറ്റിൻ്റെ വില 15 രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 15 രൂപയാണെങ്കിൽ ഈ 15,000 രൂപ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഏകദേശം 1000 യൂണിറ്റ് സെല്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന സമയം, അതായത് ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കൊറോണ വൈറസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില 10 രൂപയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും താങ്കൾക്ക് പെർ മന്ത് വേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ ഈ 15,000 റുപ്പീസ് താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ 1000 യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 15,000 രൂപ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 10 രൂപ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500 യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ 15,000 രൂപ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായത് നമുക്ക് ഈ പറഞ്ഞ തുക കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളുടെ കൈവശമുള്ള യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ നമ്മൾ സെല്ല് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, SIP പോലെയുള്ള ഒരു നിക്ഷേപത്തിന് കൂടുതൽ വോളറ്റൈലായിട്ടുള്ള ഫണ്ടുകളായിരിക്കും കൂടുതൽ നല്ലത്. അതേസമയം
നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പോലെയുള്ള ഒരു ഓപ്ഷനിലൂടെ നമുക്ക് പെർ മന്ത് നമുക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം വോളറ്റൈൽ അല്ലാത്ത ഒരു ഫണ്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു തുക കൊണ്ടുപോയി ഇക്വിറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പക്കൽ അതൊരു വലിയൊരു ഹൈ റിസ്ക്കാണ്. അതായത് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ അതിൽ വലിയ കറക്ഷൻസ് എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം യൂണിറ്റുകൾ പെട്ടെന്ന് സെല് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതിലൂടെ നമ്മൾ കോർപ്പസ് പെട്ടെന്ന് ഇല്ലാതായി പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് മനസ്സിലായി ഈ രണ്ട് ഓപ്ഷൻ, അതായത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ടുള്ള ഫണ്ടുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നതും അത് രണ്ടും ഒരു പൂർണ്ണത നമുക്ക് അവിടെ ലഭിക്കില്ല. ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ ഗ്ലോബൽ വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് പദ്ധതിയാണ് 3 ബക്കറ്റ് തിയറി. എന്താണ് 3 ബക്കറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ബക്കറ്റാണുള്ളത്. അതിൽ ഫസ്റ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 3 വർഷത്തിനുള്ളിൽ നമുക്ക് വേണ്ടി വരുന്ന തുകകളെല്ലാം നമ്മൾ ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ നോർമലായിട്ട് നിക്ഷേപിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ട്, അതായത് വളരെയധികം വോളറ്റാലിറ്റി വളരെയധികം കുറഞ്ഞ ഫണ്ടുകളിലായിരിക്കണം നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബക്കറ്റിൽ നിന്നാണ് നമ്മൾ മന്ത് ഓൺ മന്ത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ തുക പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 മുതൽ 7 വർഷം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി വരുന്ന തുക നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ ഒരു ബക്കറ്റിലാണ്. ഈ ഒരു ബക്കറ്റിൽ നമ്മൾ നിക്ഷേപിക്കേണ്ട ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട്. ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ ഈ തുക സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നോർമൽ സിറ്റുവേഷൻ നമുക്കറിയാം, ബാഫ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ സാധാരണ രീതിയിൽ ഇക്വിറ്റി ഫണ്ടിനേക്കാൾ കുറച്ചും കൂടി സേഫാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഡെറ്റ് ഫണ്ടിനെ പോലെ അത്രയ്ക്ക് സുരക്ഷിതമൊന്നുമല്ല. എന്നാൽ ഡെറ്റ് ഫണ്ടിനൊക്കെ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 3 to 7 years ടൈം ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബാലൻസ് അഡ്വാൻറ്റേജ് പോലെയുള്ള ഫണ്ടുകളിൽ നമുക്ക് അടുത്ത, അതായത് 3 തുടങ്ങി 7 വർഷം വരെ ഉള്ള കാലാവധിക്ക് നമുക്ക് വേണ്ടി വരുന്ന തുകകൾ നമുക്ക് അവിടെ സൂക്ഷിക്കാം. ഇനി അടുത്തായിട്ട് മൂന്നാമത്തെ ബക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 വർഷത്തിന് മുകളിലേക്ക് വരുന്ന തുകകൾ. അതായത് 7 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ടേം, നമുക്കിപ്പോൾ ഈവൻ നമുക്കൊരു ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാലും നമുക്കൊരു റീസണബിൾ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഈ ഒരു 7 വർഷത്തിനുള്ളിൽ നോർമൽ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കി വരുന്ന തുക നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ട്, അതായത് ഈ 3rd ബക്കറ്റിലാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഫസ്റ്റ് ബക്കറ്റിൽ നിന്നാണ് നമ്മൾ എല്ലാ മാസം എന്നോളം നമുക്ക് ആവശ്യത്തിനുള്ള തുക നമ്മൾ വിഡ്രോ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഫസ്റ്റ് ബക്കറ്റിലുള്ള തുക കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഏകദേശം ഒരു 2 to 3 yearsനുള്ള തുകയെങ്കിലും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബക്കറ്റിൽ എപ്പോഴും നമ്മൾ മിനിമം നമ്മൾ കരുതണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ എല്ലാ വർഷവും ഇയർ ഓൺ ഇയർ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഈ സെക്കൻഡ് ബക്കറ്റ് 3rd ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റായിട്ട്, ഷെയർ മാർക്കറ്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബക്കറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ ഏപ്രിൽ മാസം ഞാൻ ഇതിൽ നിന്ന് ഇങ്ങോട്ട് തുക മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ ആ സമയത്ത് മാർക്കറ്റൊക്കെ ക്രാഷ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തുക അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള സമയം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, അതായത് ഈ സെക്കൻഡ് ബക്കറ്റിൽ നിന്ന് കുറച്ച് തുക നമ്മൾ പിൻവലിച്ചിട്ട് നമ്മൾ 3rd ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റണം. അതായത് 3rd ബക്കറ്റിൽ എപ്പോഴും ഏകദേശം ഒരു 2 to 3 yearsനുള്ള തുകയെങ്കിലും എപ്പോഴും അവിടെ ബാലൻസ് വരാവുന്ന രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യണം. എന്തുകൊണ്ട് 2 to 3 years എന്നുള്ള തുക കരുതണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമുക്കറിയാം, ഇപ്പോൾ ചിലപ്പോൾ ഒരു മാർക്കറ്റ് ക്രാഷ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷം വരെയൊക്കെ ചിലപ്പോൾ അത് നീണ്ടു നിന്ന് പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലിക്വിഡിറ്റിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മിനിമം ഒരു 2 to 3 yearsനുള്ള ഒരു കോർപ്പസ് എപ്പോഴും ഒരു ഫസ്റ്റ് ബക്കറ്റിൽ കരുതണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന്, അതായത് സെക്കൻഡ് ബക്കറ്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ബക്കറ്റിലേക്ക് നമ്മൾ തുക നമ്മൾ മാറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ 3rd ബക്കറ്റിൽ നിന്നും
ഇപ്പം മാർക്കറ്റ് അത്യാവശ്യം നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ തേർഡ് ബക്കറ്റിൽ നിന്ന് അത്യാവശ്യം വേണ്ട പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ബക്കറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ മൊത്തം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ്, ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ റിട്ടയർമെൻറ്റ് ഫ്ലോ നമുക്ക് ഏകദേശം ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ഫ്ലോ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഈ റിട്ടയർമെൻറ്റ് കോർപ്പസിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനാണ് ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിട്ടയർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻസ് ഈ 3 ബക്കറ്റ് തിയറിയാണ്. ഈ ഒരു സിസ്റ്റം ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 കാര്യം. ഒന്ന്, ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ശരിയായ രീതിയിലുള്ള നോളജ് ഉണ്ടാവണം. രണ്ടാമതായിട്ട് അതിനുള്ള സമയവും നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 2 സംഭവം താങ്കൾക്കില്ലെങ്കിൽ താങ്കൾക്ക് ചെയ്യാവുന്നത്, താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞങ്ങൾ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് താങ്കൾക്ക് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലെയോ ടെലിഗ്രാം ചാനലിലൂടെയോ ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി വേണമെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ തന്നെ ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് താങ്കൾ അയക്കുക. ഞങ്ങൾ ബ്രോഡ്കാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.